Hi students, welcome to L&D. നമ്മൾ ഇന്ന് 9ാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റ് ആയ ന്യൂ നമ്പേഴ്സ് പുതിയ സംഖ്യകൾ എന്ന പാഠഭാഗത്തിലെ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നോക്കിക്കേ, ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് അതിലേക്ക് കടക്കാം. Say one right triangle is drawn. Perpendicular sides are of 1 meter length. How to find the hypotenuse of this right triangle? What is its area? What is its perimeter? അതായത് ഒരു മട്ടത്രികോണം തന്നിട്ടുണ്ട്. ലംബവശങ്ങളുടെ നീളം 1 മീറ്റർ ആയാൽ ഇതിൻ്റെ ഏരിയ എത്ര, അതായത് പരപ്പളവ് എത്ര, ഇതിൻ്റെ ചുറ്റളവ് എത്ര. അപ്പം നമുക്ക് ആദ്യം മൂന്നാമത്തെ സൈഡായ ഹൈപ്പോട്ടിന്യൂസ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് ഹൈപ്പോട്ടിന്യൂസ് കണ്ടുപിടിക്കാം. Hypotenuse square is equal to base square plus altitude square equals 1 square plus 1 square. That is 1 square 1, this also 1, 1 plus 1, 2. Hypotenuse square is equal to 2. Therefore, hypotenuse is equal to root of 2. അപ്പോൾ ഈ സൈഡ് റൂട്ട് 2 എന്ന് കിട്ടി. അപ്പോൾ ഏരിയ ആണെങ്കിൽ എന്താണ്? ഏരിയ ഈക്വൽസ് ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. ഹാഫ് ഇൻറ്റു 1 ഇൻറ്റു 1 ഇത്ര ബേസ് ഹൈറ്റ് 1/2 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഏരിയ ആയിട്ട് ഇനി പെരിമീറ്റർ എങ്ങനെ കാണും? ചുറ്റളവ്. പെരിമീറ്റർ ഈക്വൽസ് 3 വശങ്ങളുടെയും കൂടെ ആകെ തുകയാണ് നമ്മൾ പെരിമീറ്റർ എന്ന് പറയുന്നത്. ഈക്വൽസ് 1 + 1 + √2, 1 + 1 + √2, 2 + √2. √2 ഈസ് ആൻ ഇറാഷണൽ നമ്പർ അല്ലേ. ഇറാഷണൽ നമ്പറിൻ്റെ √2ൻ്റെ വാല്യൂ നമുക്കറിയാം എത്രയാണ്. അത് നിങ്ങൾ എല്ലാവരും ഓർത്ത് വെച്ചിരിക്കേണ്ട കാര്യമാണ്. √2ൻ്റെ വാല്യൂ 1.3 ഡിജിറ്റ് പ്ലേസ് ആണെങ്കിൽ 1.414. നമുക്ക് ആ വാല്യൂ ഇവിടെ കൊടുക്കാം. 2 + 1.414, 2 + 1.414. അപ്പോൾ നമുക്കത് കിട്ടും 2 + 1 3.414, 2 1 3, പിന്നെ ഡെസിമൽ പ്ലേസ് 3.414 മീറ്റർ സ്ക്വയർ. മീറ്റർ സ്ക്വയർ അല്ല, മീറ്റർ. പെരിമീറ്റർ ആകുമ്പോൾ യൂണിറ്റ് മീറ്റർ ആണ്. പെരിമീറ്റർ ഈക്വൽസ് 3.414 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഇറാഷണൽ നമ്പേഴ്സും റാഷണൽ നമ്പേഴ്സും എല്ലാം കൂടി ചേർന്ന് വരുന്നതാണ് ഈ ഫിഗർ. ഈ ചിത്രത്തിൽ ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ കൂടെ ഒരു റൈറ്റ് ട്രയാങ്കിളും കൂടി ചേർത്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ ഫിഗറിൻ്റെ രണ്ടാമത്തെ മട്ടത്രികോണത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കുക. ഒന്നാമത്തെ മട്ടത്രികോണത്തിന് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. ഇനി രണ്ടാമത്തെ മട്ടത്രികോണത്തിൻ്റെ ചുറ്റളവ്. ആ ചുറ്റളവ് കണ്ടുപിടിക്കാൻ ഈ ഹൈപ്പോട്ടിന്യൂസ് വേണം. അവിടെയും നമ്മൾ പൈതോറസ് തിയറം അപ്ലൈ ചെയ്യുക. ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. എപ്പോഴും ഇങ്ങനെ എഴുതേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ഇപ്പം 1ഉം √2 അല്ലേ. 1 സ്ക്വയർ പ്ലസ് √2 സ്ക്വയർ. അപ്പോൾ 1 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1, √2 ഇൻറ്റു √2 ഈസ് 2, 1 + 2 3 എന്ന് കിട്ടും. ഇത് ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ 3 ആണെങ്കിൽ ഹൈപ്പോട്ടിന്യൂസ് ഈക്വൽസ് √3. അപ്പോൾ ഇത് എത്ര കിട്ടി? √3 മീറ്റർ എന്ന് കിട്ടി. ഇനി ആ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ നമുക്ക് കാണണം. പെരിമീറ്റർ ഈക്വൽസ് ഇതൊക്കെ വരും 1ഉം √2ഉം √3. 1 + √2 + √3, 1 + 1.414 പ്ലസ് √3യുടെ വാല്യൂം നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം, പഠിച്ചു വെച്ചിരിക്കണം. 1.732. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 111. 3 പോയിൻറ്റ് നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് നോക്കാം. ഓക്കെ,
1.414, 1.732, 1 means 1.00, 6, 3 plus 1, 4, remainder 1, 4.146 എന്ന് കിട്ടും. ഇതാണ് രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ. ഇനി നമ്മൾക്ക് മറ്റൊരു ചിത്രത്തിലേക്ക് പോവാം. ഒരു ട്രയാങ്കിളും കൂടി ഇതിനോട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റളവ് എത്രയാണ്? ഒരു ട്രയാങ്കിൾ കൂടി ഇതിനോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. ആ തേർഡ് ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അതിന് ഈ ഹൈപ്പോട്ടിനോസ് കണ്ടുപിടിക്കണം. എന്താണ് ഹൈപ്പോട്ടിനോസ് ഈക്വൽസ് √3 സ്ക്വയർ പ്ലസ് ഇതെത്ര 1 സ്ക്വയർ ഈക്വൽസ് √3യുടെ സ്ക്വയർ എത്ര 3 പ്ലസ് 1 √4 എന്ന് കിട്ടും. ഇവിടെ എത്ര കിട്ടും? √4. നോക്കിക്കേ, √2, √3, √4 ഇവിടെ എല്ലാം 1 ആയതുകൊണ്ട് അടുത്ത √5 പിന്നെ √6 അങ്ങനെ √4 ഈക്വൽസ് 2 മീറ്റർ എന്ന് എഴുതാം. നേരെ ഇനി നമുക്ക് പെരിമീറ്റർ കണ്ടുപിടിക്കാം. പെരിമീറ്റർ ഈക്വൽസ് സം ഓഫ് 3 sides 1 √3 √4 1 പ്ലസ് √3 പ്ലസ് √4 ഈക്വൽസ് 1 പ്ലസ് √3 പ്ലസ് √4 ഈസ് 2. ഇനി 1 പ്ലസ് 2 എത്ര കിട്ടും? 3 എന്ന് കിട്ടും. 3 പ്ലസ് √3 ഈക്വൽസ് 3 പ്ലസ് 1.732 എത്ര കിട്ടും? 3 പ്ലസ് 1 4.732 മീറ്റർ എന്ന് കിട്ടും. ഇപ്പോൾ മൂന്നാമതൊരു ട്രയാങ്കിൾ കൂടി ചേർത്ത് വെച്ചപ്പോൾ കിട്ടിയ പെരിമീറ്ററാണ് 4.732. അപ്പോൾ ഓരോന്നും ഇൻക്രീസ് ചെയ്ത് വരികയാണ് അല്ലേ? അപ്പോൾ എത്രയുണ്ട് ഡിഫറൻസ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഹൗ മച്ച് ലാർജർ ഈസ് ദ പെരിമീറ്റർ ഓഫ് ദിസ് തേർഡ് ട്രയാങ്കിൾ ടു ദ സെക്കൻഡ് ട്രയാങ്കിൾ. തേർഡ് ട്രയാങ്കിളും സെക്കൻഡ് ട്രയാങ്കിളും തമ്മിലുള്ള ഡിഫറൻസ് എത്ര? അപ്പം ഡിഫറൻസ് ഇൻ പെരിമീറ്റർ ഓഫ് പെരിമീറ്റേഴ്സ് ഓഫ് third triangle and second triangle. Equals ഇതിൻ്റെ പെരിമീറ്റർ തേർഡ് ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് അതല്ലേ വലുത്. 1 പ്ലസ് √3 പ്ലസ് √4 മൈനസ് ഇവിടെ എത്ര 1 പ്ലസ് √2 പ്ലസ് √3 1 പ്ലസ് √2 പ്ലസ് √3. ഇവിടെ നമുക്ക് √2 എന്ന് പറയാം √4 എന്ന് പറയാം 2 പ്ലസ് 1 3 പ്ലസ് √3 പ്ലസ് √3 മൈനസ് 1 പ്ലസ് √2 പ്ലസ് √3. ഓപ്പൺ ദ ബ്രാക്കറ്റ് 3 പ്ലസ് എന്തിനായി √3 കൂടെ കട്ട് ചെയ്ത് പോകും. മൈനസ് കൊണ്ട് എല്ലാത്തിനെയും മൾട്ടിപ്ലൈ -1 മൈനസ് √2 മൈനസ് √3 പ്ലസ് √3 മൈനസ് √3 കൂടെ കട്ട് ചെയ്ത് പോകും. നമുക്ക് എന്താ കിട്ടുക? 3 മൈനസ് 1 മൈനസ് √2. 3 മൈനസ് 1 ഈസ് 2 മൈനസ് √2 2 മൈനസ് 1.414 ഇതാണ് √2ൻ്റെ വാല്യൂ ആണ് 1.414. അപ്പോൾ എത്ര കിട്ടും? 2 മീൻസ് 2.000 മൈനസ് 1.414 6 9 മൈനസ് 1 8 5 ഇവിടെ എന്ത് കിട്ടും? 0 കിട്ടും അല്ലേ? ഈക്വൽസ് നമുക്ക് ആൻസർ എന്താ കിട്ടും? 0.586. ഇത് കുറച്ചുകൂടി മേളോട്ട് ചെയ്താൽ 2 മൈനസ് √2 ഈക്വൽസ് 2 മൈനസ്
1.414 equals 0.586. ഇത്രയും മീറ്റർ എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം മൂന്നാമത്തെ ട്രയാങ്കിളും രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെയും പെരിമീറ്റർ ചുറ്റളവ് തമ്മിലുള്ള വ്യത്യാസം 0.586 8 ആണ് 0.586 മീറ്റർ എന്നാണ്. ഓക്കെ, ഇപ്പം അഡീഷനും സബ്ട്രാക്ഷനൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയല്ലേ. ഇനി നമുക്ക് എക്സസൈസ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. പേജ് നമ്പർ 29. അപ്പോൾ നമുക്ക് ഫിഗർ വരയ്ക്കാം. ദ ഹൈപ്പോട്ടന്യൂസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ. അപ്പോൾ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട് 90. ഹൈപ്പോട്ടന്യൂസ് ഈസ് 1.5 1.5 മീറ്റർ ആണ്. വൺ ഓഫ് ദ അതർ സൈഡ്സ്, ഇത് ഈ രണ്ട് സൈഡിൽ ഏതെങ്കിലും ഒരു സൈഡ് 1/2 മീറ്റർ. കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ, ചുറ്റളവ് കണ്ടുപിടിക്കുക. അപ്പോൾ ഈ രണ്ട് സൈഡ് അറിയാമെങ്കിൽ മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിച്ചൂടെ? ഈ ഓൾട്ടിറ്റ്യൂഡ് നമുക്ക് കണ്ടുപിടിക്കാം. ഓൾട്ടിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. ഇത് ഹൈപ്പോട്ടന്യൂസ്, ഇത് ബേസ്, ഈക്വൽസ് 1.5 എന്ന് പറയുമ്പോൾ 1 × 2 2 + 1 3/2 എന്ന് നമുക്ക് മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ട് എഴുതാം. 3/2 ഹോൾ സ്ക്വയർ മൈനസ് 1/2 ഹോൾ സ്ക്വയർ ഈക്വൽസ് റൂട്ട് ഓഫ് 3/2ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 9/4 മൈനസ് 1/4 ഈക്വൽസ് ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് സബ്ട്രാക്ട് ദ ന്യൂമറേറ്റർ 9 - 1 8/4 ഈക്വൽസ് 8/4 ഈസ് 2. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? റൂട്ട് ഓഫ് 2 എന്ന് കിട്ടും. 8/4 ഈക്വൽസ് റൂട്ട് 2 എന്ന് കിട്ടും. ഓൾട്ടിറ്റ്യൂഡ് നമുക്ക് കിട്ടി. എത്ര കിട്ടി? റൂട്ട് 2 എന്ന് കിട്ടിയതാ. ഇത് റൂട്ട് 2 മീറ്റർ. ഇനി നമുക്ക് പെരിമീറ്റർ കാണാം. പെരിമീറ്റർ ഈക്വൽസ് 3 സൈഡും കൂടെ ആഡ് ചെയ്യുക. 1/2 പ്ലസ് റൂട്ട് 2 പ്ലസ് 1.5. അപ്പോൾ ഇത് മനക്കണക്കായിട്ട് കൂട്ടാം അല്ലേ? 1.5 2 2 പ്ലസ് റൂട്ട് 2 2 പ്ലസ് 1.414 എത്ര കിട്ടും? 3.414 മീറ്റർ എന്ന് കിട്ടും. മീറ്ററിന് സെൻറ്റിമീറ്റർ ആക്കാനാണ് പറഞ്ഞാൽ കറക്റ്റ് ടു അപ് ടു എ സെൻറ്റിമീറ്റർ. കാൽക്കുലേറ്റ് പെരിമീറ്റർ അപ് ടു എ സെൻറ്റിമീറ്റർ. സെൻറ്റിമീറ്റർ ആക്കണം എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ബൈ മീറ്റർ ടു സെൻറ്റിമീറ്റർ മൾട്ടിപ്ലൈ ബൈ 100. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 പ്ലേസ് മാറ്റി ഡെസിമൽ ഇടുമ്പോൾ 341.4 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. 341.4 സെൻറ്റിമീറ്റർ എന്ന്